ഒരു ദിവസം മിക്കവാറും ഒരു 5-6 മണിക്കൂർ നേരം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പൈസ പോലും എനിക്ക് വൈദ്യുതി ചാർജായിട്ട് വരുന്നില്ലല്ലോ. 100% സാറ്റിസ്ഫൈഡ് ആണ്. ട്രിപ്പും സ്പ്രിംഗ്ലറും നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം അല്ലേ? ഉപയോഗിക്കാം. ഓക്കെ. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വാൽവിൻ്റെ ഒരറ്റം നമ്മൾ തുറന്ന് തന്നെ ഇട്ടേക്കണം, അല്ലെങ്കിൽ ഇവൻ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വെള്ളമാണ്. വെള്ളം പമ്പ് ചെയ്യാൻ നമുക്ക് KSEBിയുടെ കറണ്ടിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം പമ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കല്ലറ പാങ്ങോട്, അവിടെ തണ്ണിച്ചാൽ എന്ന സ്ഥലത്ത് രത്നാകരൻ സാറിൻ്റെ അടുത്താണുള്ളത്. സാറ് SI ആയിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ സാറിൻ്റെ ഫീൽഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ സാറ് തന്നെ നിങ്ങളടുത്ത് നേരിട്ട് പറഞ്ഞു തരും. സാറേ നമസ്കാരം. നമസ്കാരം. സാർ ഇവിടെ ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ഉണ്ട് സ്ഥലം? 1 ഏക്കർ കൂടുതലുണ്ട്. ഇപ്പം കൃഷി ചെയ്യുന്ന 1 ഏക്കറും വരുന്നില്ല, കാരണം ജോലിക്കാരുടെ ക്ഷാമം കൊണ്ട് എല്ലാ ഭാഗത്തും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കാട് കാണുമ്പോഴും മനസ്സിലാവും. പിന്നെ ഞാൻ ഇത്രത്തോളം ഒരു 300 കൂടുതൽ ഏത്തവാഴയും പിന്നെ അതിൻ്റെ ഇടയിൽ വെജിറ്റബിളും കൃഷി ചെയ്യുന്നു. അപ്പോൾ സാറേ ഇവിടെ എങ്ങനെയാണ് സാറ് ഫ്രീ ആയിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത്? സമയത്ത് മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വെള്ളം എടുത്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാങ്ക് നിറഞ്ഞാൽ ഉടനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായില്ലേ? ഇതാണ് അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ അല്ലേ? ഇത്ര സൗണ്ടേ മോട്ടറിനുണ്ട് വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ. ഈ ഓഫ് ആവുന്ന സമയത്ത് ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലോട്ടല്ലേ ഇനി ഈ ലൈൻ ഇപ്പോഴും നമ്മൾ മാറ്റി കൊടുക്കാമെങ്കിൽ, കാരണം പമ്പിന് ഇനി ഇപ്പോഴും ആവശ്യമില്ലല്ലോ. അതെ, ആവശ്യമില്ല. ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഈ വൈദ്യുതി അടുത്ത് നമ്മൾ എടുക്കാൻ നേരത്ത് അത് വേറെ നമ്മൾ ഇതിൻ്റെ അതിലേക്ക് വേറൊരു ഇത് കണക്ടറൊക്കെ വയ്ക്കണം. മനസ്സിലായി. ഈ സോളാർ പമ്പിന് വേണ്ടിയിട്ടുള്ള ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് പറയാനുള്ള സിസ്റ്റം ഈ കാണുന്നതാണ് ഇതിൻ്റെ സോളാർ പാനൽ. ഈ പാനലിൻ്റെ അടിയിൽ ഒരു ചെറിയ ബോക്സ് പോലെ ഇരിക്കുന്ന സംഗതിയാണ് ഇതിൻ്റെ ഒരു ഇൻവെർട്ടർ. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് കറക്റ്റ് ബൂസ്റ്റ് ചെയ്ത് മോട്ടറിലേക്ക് പോകുന്നു. മോട്ടറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലോട്ട്, ടാങ്കിൽ നമ്മൾ കൃഷിക്കായിട്ട് യൂസ് ചെയ്യും. വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ്. അതെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിൽ കറണ്ട് ലോസൊക്കെ വരാം. അതായത് മനസ്സിലായി, നമ്മൾ ഏത് സാധനവും ലോസ് വരാതെ ചെയ്യുക എന്നാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ സാറേ ഈ സോളാർ പമ്പ് ചെയ്യണം ഇങ്ങനൊരു തീരുമാനം സാർ എങ്ങനെയാണ് എടുത്തത്? ഇതിൻ്റെ കാരണം എന്തായിരുന്നു? ഇവിടെ ഇലക്ട്രിസിറ്റി എത്തണമെങ്കിൽ താഴ്വശത്ത് വരെ വന്നിട്ടുണ്ട്. ഒരു 4ഓളം പോസ്റ്റ് വേണം. 4 പോസ്റ്റ് വേണം. അത് നമുക്ക് കൃഷിക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ആ രീതിയിലാണ് കണക്ഷൻ വരണമെങ്കിൽ തന്നെ അതിന് പമ്പ് ഹൗസ് വേണം. ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൻ്റെ പൈസ ഞാൻ അടയ്ക്കണം, പോസ്റ്റിൻ്റെ പൈസ അടയ്ക്കണം. അതെ, ഈ കാര്യങ്ങൾ. പിന്നെ ഒരു സർക്കാർ സ്ഥാപനമല്ലേ ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ അതിൻ്റേതായ കുറേ താമസങ്ങൾ വരും. ഇതെല്ലാം ആയി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചിലവും കാലതാമസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, തുടർന്ന് ഇനി അതിന് എല്ലാ മാസം തോറും ഞാൻ അതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് പൈസ അടച്ചുകൊണ്ടിരിക്കണം, അത് ഉപയോഗിക്കുന്നതനുസരിച്ച്. പക്ഷേ ഇത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു പൈസ വരെ ചിലവ് പോലും എനിക്കില്ല. അതിനെ ഈ പമ്പും സാധനങ്ങളും നശിച്ചു പോകാതെ നമ്മൾ സംരക്ഷിക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴതിന് യാതൊരു വിധമായ ചിലവും തേയ്മാനവും ഒന്നുമില്ല. 30 വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ആയുസ്സിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത്രയും കാലത്തേക്ക് എനിക്കതിൽ കുഴപ്പമില്ല. ഈ പെരയുടെ മുഴുവൻ എത്ര വേനലിൽ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് പവർ കട്ടെന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ഉണ്ടായി കറണ്ട് കട്ട് പോവുകയോ, അങ്ങനെ കറണ്ട് പോകുന്നില്ലല്ലോ. സൂര്യൻ ഉള്ളിടത്തോളം സണ്ണിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ സൂര്യനുള്ള കാലത്തോളം ഉള്ള സമയത്തെല്ലാം നമുക്ക് ആവശ്യാനുസരണം എനർജി കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പകൽ മാത്രമേ ഉപയോഗിക്കാൻ ഒക്കുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അതിന് രാത്രിയിൽ കൂടെ വെള്ളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ടാങ്ക് വെച്ച് അതിലേക്ക് വെള്ളം സംഭരിച്ചിട്ടാൽ നമുക്ക് ഏത് സമയത്തും വെള്ളം ഉപയോഗിക്കാം. അതായത് രാവിലെ മുതൽ ഇവൻ വെള്ളം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ തൊട്ട് വൈകുവോളം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ പമ്പ് വർക്ക് ചെയ്താലും ആ പമ്പിനൊരു കുഴപ്പവും വരുന്നില്ല. അതിങ്ങനെ ചെറിയ ഒരു പവറിൽ അവൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സാർ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? ഇവിടെ നമ്മുടെ ഈ കിണറ്റിൽ നിന്ന് ഈ ഓസ് വഴി, ഇത് 1.5 ഇഞ്ചിൻ്റെ ഓസാണ്. ഓസ് വഴിയാണ് ആ പറയുടെ പുറത്തിരിക്കുന്ന ടാങ്കിലേക്ക് വെള്ളം പമ്പ്. ടാങ്ക് അവിടെ ഇല്ല, ഞാൻ നോക്കട്ടെ സാറേ. ഓക്കെ. പാറയുടെ മുകളിൽ അവിടെ ടാങ്ക്. എത്ര ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചെങ്ങനെ? ഞാൻ 1500 വെച്ചിട്ടുള്ളൂ. 1500 അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതായത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി, അപ്പോൾ നമ്മളെ സോളാർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെ കുളം അവിടെയാണ്. ഇപ്പോൾ കുളം ആയതുകൊണ്ട് കിണറാണെങ്കിൽ കിണർ ഉപയോഗിക്കാം അല്ലേ?
ഈ പമ്പിന് എങ്ങനെ അത്യാവശ്യം ഇത് വെള്ളം വലിച്ചെടുക്കാം, ഹൈറ്റിലൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്? ഇത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും വലിച്ചെടുക്കാം. പമ്പിൻ്റെ HP കൂട്ടണമെന്നുള്ളതേ ഉള്ളൂ. HP കൂട്ടണമെങ്കിൽ പുതിയ പമ്പ് വയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈറ്റിന് ഇത് സംഗതി ഓക്കെയാണ്. അപ്പോൾ ഇവിടെ 50 മീറ്ററിൻ്റെ ഹൈറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഹൈറ്റിലേക്കുള്ള പമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ടാങ്കിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ്? അവിടുന്ന് എൻ്റെ ഡെലിവറി ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവിടുന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ എൻ്റെ കൃഷി സ്ഥലം മുഴുക്ക ഞാൻ പ്ലംബിങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓ, ഇത് ആ വെളുത്ത് നിറത്തി കാണുന്നതൊക്കെ ഇതാണല്ലേ PVC. നമുക്കൊന്ന് കണ്ടാലോ സാറേ? കാണാം. സാറേ, ഈ ലാൻഡ് ഇങ്ങനെ തട്ടാക്കി ഇങ്ങനെ ഏറ്റിറക്ക ഭൂമിയൊക്കെ ആയിരുന്നല്ലേ? ഇത് ഈ ഇത്രയും ഭാഗം പണയായിരുന്നു. പണ ഇവിടെ വലിയ കുങ്ങനെ ഇടിച്ച് നിരത്തി ഇത് ഒറ്റ ലെവലാക്കിയിരുന്നു. തട്ടാക്കി തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ഥലത്തും ഓക്കെ ആണ്. അതിന് ഈ മൊത്തം മുകളിലോട്ട് കൂടെ വെള്ളം ഉപയോഗിക്കാനാണ് നമ്മൾ ടാങ്ക് ഇവിടെ പാറയുടെ പുറത്ത് വച്ചേക്കുന്നത്. ഓ, ഇത്രയും മുകളിൽ അത് അവിടെ ഒരു 5000 ലിറ്ററിന്റെ ടാങ്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും വെള്ളം ഉപയോഗിക്കാം. ഓ, ഓക്കെ. ഈ ടാങ്കിൽ കിടക്കുമല്ലോ. അതെ അതെ അതെ. ഇത് സൂര്യപ്രകാശം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എന്താ ഈ PVC പൈപ്പ് വഴി എത്താണ്. അപ്പോൾ സാറ് ഇവിടെ നിന്ന് എങ്ങനെയാണ് നനയ്ക്കുന്നത്? ഇത് നനയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പ്രസ് വാൽവ് എന്ന് പറയുന്ന ഒരു വാൽവാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെയാണ്. വാൽവ് ഇതിൽ കൊടുത്തെങ്കിൽ മാത്രമേ കണക്ഷൻ ആവത്തുള്ളൂ, വെള്ളം ഇതിൽ നിന്ന് എടുക്കാനൊക്കെയുള്ളൂ. സാർ, എന്താണ് ഇവിടെ പ്രസ് വാൽവ് വെക്കാൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വാൽവുകൾ പിടിപ്പിച്ചിരുന്നാൽ മതി. ഒറ്റ ഓസ് തന്നെ ഒരു 10 മീറ്ററിൻ്റെ നീളമുള്ള ഒരു ഓസ് പിടിപ്പിക്കുകയാണെങ്കിൽ ഓസിൽ ഈ വാൽവിൻ്റെ ഒരു എൻഡ് പിടിപ്പിച്ചിരുന്നാൽ മതി. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വാൽവ് പിടിപ്പിക്കാം. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. പ്രസ് വാൽവ് ഇപ്പോഴിത് ഇതിൻ്റെ ബാക്കി ഇത് ഈ ഒരു സാധനം മതി. അപ്പോൾ അതാണ് പ്രസ് വാൽവ് അല്ലേ? നമ്മൾ അതിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ആ വാൽവ് ഓണാകുമ്പോൾ വെള്ളം ഇതുവഴി ഇനി വരും. ഓ, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മളിത് ഊരി എടുക്കുമ്പോൾ വെള്ളം നിൽക്കുകയും ചെയ്യും. അല്ല, നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇതിൽ തന്നെ അതിൻ്റെ വാൽവ് ഇവിടെ അടുത്ത വാൽവ് ഇവിടെ ഉണ്ട്. ലോക്ക് ചെയ്താൽ വെള്ളം ഇതുവരെ വന്ന് നിൽക്കും. ഓ, അങ്ങനെ മനസ്സിലായി. എൻഡിൽ നമുക്ക് ഇത് നമ്മളങ്ങ് ഓഫ് ചെയ്യാം. അതെ അതെ അതെ, ഇങ്ങനെ വയ്ക്കാം. അത്രേ ഉള്ളൂ. ഈ കൃഷിക്കെല്ലാം ഇത് നമുക്ക് ഓസ് വലിച്ച് കൊണ്ടുപോയി എല്ലാം നനയ്ക്കാൻ നമുക്ക് എടുക്കാം. അപ്പോൾ സാറേ, നമ്മൾ ഈ ഒരു 10 മീറ്ററിന്റെ ഓസ് എല്ലാ സ്ഥലത്തേക്കും കൃഷി സ്ഥലത്തേക്ക് ഇത്ര ഓസ് മതി. നമ്മുടെ ഈ പ്ലംബിങ്ങിന്റെ പൈപ്പില് ഈ വാൽവ് പിടിപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ. വാൽവ് അതായത് നമ്മൾ പിടിപ്പിക്കണം. അതെ, ഈ ഒരു സംഗതി അല്ലേ? അതെ അതെ, അത് അടുത്ത ഓക്കെ. നമ്മൾ ഇതുവരെ ജസ്റ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്താൽ അല്ലേ? എന്നിട്ട് അടുത്ത കുറ്റി ഇവിടെ ഞാൻ പിടിച്ചെന്ന് കാണിച്ചു. ഈ വാൽവിൻ്റെ ഈ ലോക്ക് അഴിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞു. ഇതിനെ കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് നമ്മൾ പിടിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്തരത്തിലൊരു കൃഷി ചെയ്യുമ്പോഴേ ഈ ഒരു വാൽവ് വെക്കുന്നത് നല്ലതല്ലേ? ഇത് തന്നെയാണ്, ഇതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കുറ്റി വെച്ചിരുന്നാലേ അതെ അതെ, ആ കുറ്റിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും നമ്മൾ പിടിപ്പിക്കാനും വെക്കാനും ഇത് ഊരി തെറിച്ചു പോകും. അതെ അതെ, ശരിയാണ്. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വാൽവിൻ്റെ ഒരറ്റം നമ്മൾ തുറന്നു തന്നെ ഇട്ടേക്കണം. അല്ലെങ്കിൽ ഈ വാൽവ് ഇവിടെ പ്രവർത്തിച്ച അകത്തേക്ക് ഇത് പ്രഷർ ആവത്തില്ല. ഓ, കയറത്തില്ലല്ലേ അകത്തോട്ട്? നേരത്തെ അത് കാര്യമില്ലല്ലോ. അതെ അതെ അതെ. ഇപ്പോഴിത് നിസ്സാരമായിട്ട് ഉണ്ടോ? അതെ. ഇപ്പോഴതുവഴി വെള്ളം ഒഴുകുന്നു. ഇങ്ങനെ ഇവിടെ കൂടെ മരം എൻ്റെ കൂടെ തുറന്നിട്ടല്ലേ വെക്കുള്ളൂ. അപ്പോൾ സാർ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കൃഷിക്ക് നനയ്ക്കുകയാണ് ചെയ്യണത്. നമുക്ക് ഡയറക്റ്റ് നനയ്ക്കുന്നതിൻ്റെ പേരെ ഡ്രിപ്പോ സ്പ്രിംഗ്ലറോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റൂല? ട്രിപ്പും സ്പ്രിംഗ്ലറും നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം അല്ലേ? ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ സാർ എന്താ കൃഷിയാണോ ഒന്ന് കാണാൻ പറ്റും? വാഴയും വെജിറ്റബിളുമാണ് കൃഷി ചെയ്യുന്നത്. ചീരയുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, കത്തിരി, വെള്ളരി, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം സാറിൻ്റെ കൃഷിയാണ്. ഇത്രയും വാഴ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ സാർ ഇത് വെച്ചതിന് ശേഷം സാറിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എങ്ങനെയാണ്? ഇത് സാറ്റിസ്ഫൈഡ് ആണോ? 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ സോളാർ പാനലൊക്കെ അവർ ടോട്ടൽ എത്ര വർഷം വാറണ്ടി പറഞ്ഞത്? അവർ 20 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും 30 വർഷത്തെ വാറണ്ടിയും പറയും. ടോട്ടൽ 30 വർഷം. 20 വർഷം റീപ്ലേസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ 10 വർഷം വാറണ്ടി റിപ്പയർ ചെയ്ത് തരും.
ഒരു ദിവസം മിക്കവാറും ഒരു 5-6 മണിക്കൂർ നേരം കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പൈസ പോലും എനിക്ക് വൈദ്യുതി ചാർജ് ആയിട്ട് വരുന്നില്ലല്ലോ. വർഷങ്ങൾ ഉപയോഗിച്ചാലും വൈദ്യുതി ചാർജ് എൻ്റെ ഇനി ആർക്കും ഈടാക്കാൻ കഴിയില്ല. അതിന്റെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഒരു ബാറ്ററി സെറ്റ് വെച്ച് നമുക്ക് ചുമ്മാ കിടക്കുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് ക്യാമറ പിടിപ്പിക്കണമെങ്കിൽ ആവശ്യമായ കറണ്ട് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഈ പാനലിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ രത്നാകരൻ സാറിനെ വിളിക്കുക. സാർ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പും തരും. ഇത് വാങ്ങേണ്ട കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സാറേ താങ്ക് യു. ഓക്കെ.